പ്രിയങ്കരനുമായ ഗണേഷ്, ഈ സമ്മേളനത്തിന് സ്വാഗതമോദിയ പ്രിയപ്പെട്ട ശുഭ, മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടില്ല എൻ്റെ പ്രിയ സുഹൃത്ത്, ആദരണീയനായ പ്രിയങ്കരനായ KM വേണുഗോപാൽ, ആശംസകൾ നേരാൻ എത്തിയിട്ടില്ല സജിന, ധന്യാർ, സ്മിത, KS ഹക്കീം, തമീം റഹ്മാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ എത്തിയിട്ടില്ല പ്രിയങ്കരനായ ബാബുരാജൻ, ഇവിടെ ഇതിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല പ്രിയങ്കരനായ കഥാകാരൻ പ്രൊഫസർ, വയനാട് ഫെസ്റ്റിവലിൻ്റെ ചുക്കാൻ പിടിക്കുന്ന പ്രിയ സുഹൃത്ത് VH നിഷാദ്, രാംദാസും ഷിബുവും ഇവിടെ എത്തിച്ചേരും. രചന സ്കൂളിലെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും വിദ്യാർത്ഥികളെ, ഗവേഷകരെ, ഇവിടെ പ്രിയങ്കരനായ ഗണേഷ് ഈ സവിശേഷമായിട്ടുള്ള ക്യാമ്പിൻ്റെ ഉദ്ദേശങ്ങളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. മലയാള സർവകലാശാല വെറും സാഹിത്യത്തിനു വേണ്ടി, സാഹിത്യ പഠനത്തിനു വേണ്ടി, സാഹിത്യ രചന പഠിപ്പിക്കാനുള്ള ഒരു സർവകലാശാലയല്ല. ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും ആവിഷ്കരിക്കാനും ഉൽപ്പാദിപ്പിക്കാനും മാതൃഭാഷയിൽ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സർവകലാശാലയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ വിജ്ഞാനങ്ങളും മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള സർവകലാശാലയല്ല, മലയാള സാഹിത്യ പഠനത്തിനും രചനയ്ക്കും, തിരിച്ചും പറയാം, നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സർവകലാശാലയുമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന് മനുഷ്യ സംബന്ധിയായ, പ്രപഞ്ച സംബന്ധിയായ ഒരു വിഷയവും മന്യമല്ല. അതുകൊണ്ട് സാഹിത്യം പഠിക്കുന്നവർ എല്ലാ പുതിയ വിഷയങ്ങളും പഠിക്കണം. അതിനെല്ലാം മനുഷ്യത്വത്തിൻ്റേതായ ഒരു മാനദണ്ഡത്തിൽ കൂടെ പരിചരിക്കുകയും വേണം. അതിൻ്റെ ഉദാഹരണം നമ്മൾ സാഹിത്യയിൽ നമ്മൾ കാണിച്ചു. മനുഷ്യാനന്തര ഏകാന്തത എന്ന വിഷയം ഏറ്റവും പുതിയ 21ാം നൂറ്റാണ്ട് അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു വിഷയമാണ്, പുതിയ വിഷയമാണ്. അപ്പോൾ ഇത് സാഹിത്യത്തിന് അന്യമായിക്കൂടാ. പോസ്റ്റ് ഹ്യൂമൻ ലോൺലിനെസ് എന്നൊരു വളരെ നവീനമായൊരു വിഷയമാണ് നമ്മൾ പരിചരിച്ചത്. അതേപോലെ തന്നെ സാഹിത്യ രചനയെ സംബന്ധിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ളൊരു വിഷയമാണ് റൈറ്റേഴ്സ് ബ്ലോക്ക്, രചനാസ്തംഭനം എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ പരിചരിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ പറ്റി ക്യാമ്പ് നടത്തിയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്, അറിയാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ക്ലെയിം കൂടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ മലയാള സർവകലാശാല എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കാര്യം മാത്രമല്ല, ഇതിൽ വിളിച്ചു വരുത്തിയവർ വളരെ ഈ വിഷയത്തിൽ ശരിക്കും അവഗാഹമുള്ളവരാണ്. വേണുഗോപാലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിരൂപണം നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ ആ വംശമറ്റ് പോകുന്ന സമയത്തുണ്ടാകുന്ന നമുക്കൊരു പ്രതീക്ഷയുള്ള ഒരാളാണ് KM വേണുഗോപാൽ. നിഷാദാണെങ്കിൽ സ്വയം കഥാകാരൻ മാത്രമല്ല, വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് സൂക്ഷ്മതയോടെ വളരെ മനോഹരമായ ശീർഷകങ്ങൾ, സർഗാത്മകമായിട്ടുള്ള ശീർഷകങ്ങളോടുകൂടിയാണ് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താറുള്ളത്. അങ്ങനത്തെ നിഷാദുണ്ട്. രാമദാസ് ആണെങ്കിൽ ഇപ്പോൾ DC ബുക്സിൻ്റെ എന്താണ് മലയാള സാഹിത്യത്തിൻ്റെ സ്പന്ദനങ്ങൾ എന്ന് ഏറ്റവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള എഡിറ്ററാണ്. ഷിബു ആണെങ്കിൽ ദേശാഭിമാനിലെ എഡിറ്റർ. വായിച്ചാൽ തിരിയുന്ന എഡിറ്റർമാരുടെ എണ്ണം പൊതുവെ കുറഞ്ഞു വരുന്ന കാലത്ത് ഷിബുവിന് നല്ലത് വായിച്ചാൽ അത് അപ്പം മനസ്സിലാക്കാനുള്ളൊരു നൈസർഗികമായിട്ടുള്ള കഴിവുണ്ട്. പുള്ളി അത് കൃതികളൊക്കെ പ്ലേസ് ചെയ്ത് നോക്കിയാൽ അറിയാം. പുള്ളിക്ക് നന്മതിന്മയുടെ വിവേചനം നല്ലോണം ഉണ്ട്. വെറും സീനിയോറിറ്റി മാത്രം, പബ്ലിസിറ്റി മാത്രം നോക്കിയിട്ടല്ല ഇപ്പോൾ മോനമാഷു ആ ടീം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പറ്റുന്നൊരു ടീമിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഗണേശൻ അരമണിക്കൂറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിങ്ങനെ ഫോക്കസ്ഡ് ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് നോട്ട് ചെയ്തു. അപ്പോൾ എന്താണ് നമുക്ക് ഈ രചനാസ്തംഭനം നമുക്കറിയണല്ലോ.
അത് ചില എഴുത്തുകാർക്ക് ചിലപ്പോൾ അനുഭവപ്പെടുന്നൊരു മാനസികമായ ഒരു പ്രതിരോധമാണ്, എഴുത്തിനെ പ്രതിരോധിക്കുക. അത് എഴുതാതിരിക്കലല്ല. കുറേ എഴുതാതിരിക്കുന്ന സമയത്ത് അയാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്കാന്ന് പറയാൻ പറ്റില്ല. എഴുതാൻ വേണ്ടി ഉത്കടമായ ആഗ്രഹമുണ്ടാവുകയും എന്നാൽ എഴുതാൻ സാധിക്കുകയും ചെയ്യില്ല. അതാണ് ഇപ്പോൾ ഗണേശ് പറഞ്ഞല്ലോ, സർഗാത്മകത കുറവുണ്ടൊന്നല്ല, അവർക്ക് സർഗാത്മകതയുണ്ട്, എഴുതാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ അവരെ തടഞ്ഞു നിർത്തുന്നു എന്നൊരു പ്രശ്നമാണ്. അതാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അത് വെറുതെ എഴുതാതിരിക്കല്ല, എഴുതാൻ ആഗ്രഹമുണ്ടായിട്ട്, എഴുതാനുള്ള സർഗാത്മകതയുണ്ടായിട്ട് എഴുതാൻ സാധിക്കാത്ത അവസ്ഥയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക്. അതിന് മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, സാംസ്കാരികമായ കാരണങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. മനഃശാസ്ത്രപരമായ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വേർതിരിക്കാം. ഇത് വെറുതെ തത്വം പറയല്ല, അതിനൊക്കെ ഓരോ ഉദാഹരണങ്ങളും നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും, ലോകസാഹിത്യത്തിലും കണ്ടെത്താൻ പറ്റും. ഒന്നത് പെർഫെക്ഷനിസമാണ്. പരിപൂർണതാ പ്രണയം എന്ന് പറയും. പരിപൂർണതയെ ഞാൻ പ്രണയിക്കുള്ളൂ എന്നൊരു വാശി, പരിപൂർണമായിട്ടുള്ളൊരു സാധനയെ ഞാൻ എഴുതുള്ളൂ എന്ന ഒരു ചിന്ത. അങ്ങനത്തെ ഒരു അയ്യോ ഞാൻ ഇപ്പോൾ ഒന്ന് എഴുതുകയാണെങ്കിൽ അത് കൊള്ളില്ലല്ലോ, അത് വേണ്ട മാതിരി ആവില്ലല്ലോ, നത്തിങ് ഈസ് ഗുഡ് ഇനഫ് ടു റൈറ്റ്, ഞാൻ എഴുതാമിരിക്കുന്ന അത് അത്ര പോരാ, അങ്ങനെയുള്ള ഒരു ഈ പെർഫെക്ഷനിസം, ഏറ്റവും ഉദാത്തമായ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ വിഷയത്തെപ്പറ്റിയേ ഞാൻ എഴുതുള്ളൂ എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പെണ്ണ് കണ്ടാലും കല്യാണം കഴിക്കില്ല. കാരണം എല്ലാം ചേർന്നിട്ടുള്ളൊരു പെണ്ണിൻ്റെ സങ്കല്പമാണ്, ഒരു സ്ത്രീയുടെ സങ്കല്പമാണ് അവർക്ക്. അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു പുരുഷനും ഈ ലോകത്തില്ല. അപ്പോൾ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ തന്നെ അപൂർണനാണ്. അപ്പോൾ പൂർണ്ണതയിലേക്ക്, നമ്മൾ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എന്ന് പറഞ്ഞാലും പൂർണ്ണത എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഉട്ടോപ്പിയാണ്. ഈ പൂർണ്ണത തേടാനുള്ള ശ്രമം കൊണ്ടാണ് പലർക്കും റൈറ്റേഴ്സ് ബ്ലോക്ക് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ അതുണ്ടാകുന്ന വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആലോചിച്ചിട്ട് അതിനുള്ള ബുദ്ധിശക്തി ഉണ്ടാവുമോ, അംഗവൈകല്യം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് രതിക്രിയയിൽ ഏർപ്പെടുമ്പോൾ എന്തൊരു ബോറായിരിക്കും എന്നുള്ളതാണ്. വരാൻ പോകുന്ന കുട്ടീനെ പറ്റി ആലോചിച്ചിട്ട് രതിക്രിയയിൽ ഇടപെടുന്ന ഒരു ദമ്പതികൾക്ക് അതിൽ നിന്നുള്ളൊരു യാതൊരു ആനന്ദം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ടുള്ള എൻജോയ്മെൻറ്റും അവർക്കില്ലാതെ പോവും. ആ എൻജോയ്മെൻ്റ് ഇല്ലാതെ അതിൽ നിന്നുണ്ടാകുന്ന യാതന അവർക്കൊരു ബ്ലോക്കായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അവർ ഓരോ വാചകം എഴുതുന്നതിൻ്റെ മുമ്പേ അത് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിന് നമുക്ക് നല്ലൊരു ഉദാഹരണം വളരെ ബുദ്ധിശക്തിയുള്ള ഒരാളും വേണുവിനൊക്കെ വളരെ അടുപ്പുള്ള ആളായിരിക്കും. മരിച്ചുപോയി കളർകോട് വാസുദേവൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ബുദ്ധിമാനായിട്ടുള്ളൊരു എഴുത്തുകാരൻ വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. മാധവിക്കുട്ടിയുടെ കൃതികളെ പറ്റി എഴുതിയിട്ടുണ്ട്. സാർത്ര എന്ന് കൊട്ടിഘോഷിക്കുന്ന കാലത്ത് ആർക്കും സാർത്ര എന്താണെന്ന് അറിയാത്ത സമയത്ത് ഏറ്റവും ആഴത്തിൽ സാർത്രനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. എൻ്റെ സഹപ്രവർത്തനമായിട്ട് ബാങ്കിലുണ്ടായിരുന്ന ആളാണ്. ഭയങ്കര ബുദ്ധിശാലിയാണ്. ദൈക്ഷണികമായിട്ടുള്ള ഒരു പ്രഭാവം കളർകോട് വാസുദേവൻ നായർ മുന്നിൽ നമ്മൾ ഞെട്ടിപ്പോവും. എഴുതില്ല ഏതാ പ്രശ്നം. കാരണം മൂപ്പര് ആ ഒരു സ്റ്റേച്ചറിൽ എഴുത്ത് സാധിക്കില്ല എന്നുള്ള പെർഫെക്ഷനിസത്തിൻ്റെ പ്രശ്നമാണ് മൂപ്പർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കാരണം. പ്രച്ഛന്നമായിട്ടുള്ള ഭയം, അതായത് ഫിയർ ഇൻ ഡിസ്ഗൈസ്. അവർക്ക് ഭയമുണ്ടെന്ന് അവർ സമ്മതിക്കില്ല. ഭയങ്കര ധൈര്യം. ഈ കളർകോട് വാസുദേവൻ നായർക്കും അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കും. പക്ഷേ അവർക്ക് താൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തില്ലേ, ആ പരാജയ ഭീതി ഉണ്ടാവും. അവരുടെ ഉള്ളിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന ഭീതി, താൻ വിചാരിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റില്ലേ എന്ന ആ ഭീതി, ഫിയർ ഇൻ ഡിസ്ഗൈസാണ്. ചിലവർക്ക് ഫിയർ എബൌട്ട് സക്സസ് ആയിരിക്കും ചിലവരുടെ ഭയം. അയ്യോ വിജയിച്ചു പോവൂ. ചില വളരെ ഉള്ളുവലിഞ്ഞിട്ടുള്ള എഴുത്തുകാരുണ്ട്. അവർക്ക് അയ്യോ ഞാൻ വിജയിച്ചു, വലിയ പ്രശസ്തനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശസ്തിയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തകർന്നു പോകും. അപ്പോൾ പരാജയപ്പെടുന്ന ഭീതിയെ പറ്റി തന്നെ വിജയിക്കുമോ എന്നുള്ള ഭീതിയുടെ പേരിലും എഴുതാതെ ഇരിക്കുന്ന ആൾക്കാർ നല്ല സർഗാത്മകത ഉള്ളവരായിരിക്കും അവർ. അപ്പോൾ നമ്മൾ രാജലക്ഷ്മിയൊക്കെ പലപ്പോഴും ആ ഒരു കാറ്റഗറിയിൽ, കാരണം രാജലക്ഷ്മി പലപ്പോഴും ബന്ധക്കാരെയൊക്കെ
പിന്നെ പറ്റി എഴുതിയിട്ട് കുറ്റം പറയും, താൻ ലൈം ലൈറ്റിൽ വരുന്നുള്ളതുകൊണ്ട് എഴുതാതിരുന്നു രാജലക്ഷ്മി എന്നുള്ളതാണ്. അവർക്ക് വിജയിക്കുന്നതിൻ്റെ ഭയമാണ് അവർക്കുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തും, മറ്റുള്ളവർ എൻ്റെ എഴുത്തിനെ മോശമായി കാണുമോ, ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. പിന്നെ ഉത്കണ്ഠ, ചില ആൾക്കാർക്ക് അത് വളരെ ആഴത്തിലാണ്, അസ്തിത്വപരമായിട്ടുള്ള ഉത്കണ്ഠ. എൻ്റെ അസ്തിത്വത്തെ പറ്റിയിട്ടുള്ള ആഴത്തിൽ എൻ്റെ അസ്തിത്വം എന്താണ്, അത് ഈ എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയനൊക്കെ ഉണ്ട്, താൻ ഒരു പ്രക്ഷീണത വരും. അസ്തിത്വം, തൻ്റെ അസ്തിത്വം എന്താണ്, തനിക്ക് പ്രകൃതിയുമായി സംലയിക്കാൻ പറ്റുകയല്ലോ. അസ്തിത്വവാദക്കാരൊക്കെ പ്രകൃതിയിൽ നിന്ന് വേറിട്ടൊരു സ്വത്വമാണ് ഞാൻ, പ്രകൃതി എന്നോട് ശത്രുതയോടുകൂടി പെരുമാറുന്നു, ഞാൻ ഈ ലോകത്തൊറ്റയ്ക്കാണ്. വെയിറ്റിംഗ് ഫോർ ഗോദോലൊക്കെ അതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, അസംബന്ധമായ ഈ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ഭീതി അവരുടെ മോട്ടിവേഷൻ എല്ലാം ഇല്ലാതെ. ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ ഉത്കണ്ഠ, പിന്നെ അസ്തിത്വവാദപരമായിട്ടുള്ള പിന്നെ വേദനകൾ, വിഷമങ്ങൾ കൊണ്ട് ഉള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും വളരെ നല്ല കാര്യങ്ങൾ, ഈ ദ്വൈതമില്ലാതെ ഒക്കെ ഒന്നാണ്. അതായത് ഇതിൻ്റെ അല്ല എന്ന് വിചാരിക്കുന്നതോടുകൂടി പ്രശ്നമില്ല. ഇത് ഞാൻ അന്യനല്ല, ഞാനും പ്രകൃതിയൊക്കെ ഒന്നാണ്. ഇപ്പോൾ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മഹാഭാരതം സംസ്കൃതത്തിൽ നിന്ന് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമുക്കറിയാലോ. അദ്ദേഹത്തിൻ്റെയൊക്കെ ലിംഗ്വിസ്റ്റിക് സ്കില്ലില്ല. നമ്മൾ ഓരോ തലമുറ കഴിയുമ്പോഴും ലിംഗ്വിസ്റ്റിക് സ്കില്ലില്ലാതിരിക്കുക. പിന്നെ തമ്പുരാൻ രാവിലെ കുളിച്ച് കുറിയിട്ടിട്ട് പിന്നെ സംസ്കൃതം പിന്നെ മഹാഭാരതം അങ്ങോട്ട് എടുക്കും. കുറേ ശിഷ്യന്മാരവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു ശിഷ്യൻ ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലിയായി, അപ്പം തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ട് മലയാളത്തിലുള്ള വൃത്തനിബദ്ധമായിട്ടുള്ള പരിഭാഷ അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കും. അത് മറ്റേ ശിഷ്യൻ എഴുതിയിരിക്കും. അപ്പോൾ ചിലവർക്ക് സ്പീഡ് കിട്ടില്ല. ഏന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ വേറൊരു ശ്ലോകമായിരിക്കും പറയുന്നത്. അത്രയ്ക്ക് ഭയങ്കരനായിട്ടുള്ള ആളാണ് മൂപ്പർക്ക്. പക്ഷേ മൂപ്പർക്ക് സംസ്കൃതത്തിൽ പ്രസംഗിക്കാൻ കുറച്ചൊരു തപ്പിക്കളി ഉണ്ടായിരുന്നു. പ്രസംഗിക്കൽ വേറൊരു സാധനമുണ്ടോ. പക്ഷെ ഒരിക്കലും ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു സംസ്കൃതത്തിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. മൂപ്പർക്ക് ആദ്യം ഒരു പേജ് അറിയാം. പിന്നെ മൂപ്പരൊന്നിങ്ങനെ ആലോചിച്ച് ധ്യാനിച്ച് തന്നു. പിന്നെ പച്ചവെള്ളമായിരുന്നു സംസ്കൃതത്തിൽ പ്രസംഗിച്ചു. ചോദിച്ചു എന്താണ് അതിൻ്റെ ആ ഒരുമ്പട്ടോളം ഇല്ലേ എൻ്റെ അടുത്ത്, പിന്നെ എന്തിനാ പേടിക്കും, ദേവിനെയാണ് പറയുന്നത്. കാരണം അത്രയ്ക്ക് അപ്പം ഞാനൊന്നുമല്ല, ഞാൻ ദേവിനെ സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ എക്സ്റ്റൻഷണൽ പ്രശ്നങ്ങളില്ല, കാരണം എല്ലാം അദ്വൈതമാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൂടി നമ്മൾ ഇതിലേക്ക് വരികയാണ്. പിന്നെ അർത്ഥരാഹിത്യമുണ്ട് ചിലവർക്ക്. ആ തത്വചിന്താപരമായിട്ടുള്ള മീനിങ്ലെസ്നെസ്, എന്താണ് ജീവിതത്തിന്, ഞാൻ എഴുതിയിട്ട് എന്താ കാര്യം. കുറേ കാലം കഴിഞ്ഞ് എഴുത്തച്ഛൻ കൂടി വിസ്മരിക്കപ്പെടില്ലേ. കുമാരനാശനും ഇപ്പോൾ നമ്മളെ പിള്ളേർക്ക് കുമാരനാശൻ്റെ കുറച്ച് വഴികൾ ചെല്ലാൻ പറ്റുന്ന പിള്ളേർ കുറവായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഭാരതീയരെ കൃതികൾ ഇപ്പോഴും കുട്ടികൾ ചൊല്ലും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എഴുതിയ ഇതൊന്നും ശാശ്വതമല്ലോ, ജീവിതം തന്നെ ശാശ്വതമല്ലോ, ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് മീനിങ്ലെസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് മീനിങ് എന്ന കാര്യം ഒരു മറന്നു പോകുന്നതാണ്. തത്വചിന്താപരമായിട്ട് അർത്ഥമില്ല, ശരിയാണ്. നമ്മൾ ആഴത്തിൽ അന്വേഷിച്ച ഒന്നിനും അർത്ഥമില്ലല്ലോ. കുറേ കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതെയാവും, ജീവൻ തന്നെ ഇല്ലാതെയാവും. അപ്പം അങ്ങനെയുള്ള ഒരു അർത്ഥക്കെടിൻ്റെ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഉസ്താദായിരുന്നു ആരാ, മലയാളത്തിൽ പ്രശസ്തനായ കവി ആർ രാമേന്ദ്രൻ മാഷ്. ഒന്നുമില്ല എന്ന് പറഞ്ഞുള്ള ആളാണ് മൂപ്പർക്ക്. ശരിക്കും ഈ ആ ഒരു എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ അർത്ഥരാഹിത്യം, മീനിങ്ലെസ്നെസ് അനുഭവിച്ചറിഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിച്ച് അർത്ഥം പറയാൻ പറ്റില്ല, ഒരു ഭാവമാണ്. നമുക്കൊരു നിരാശാഭരിതമായ ഒരു ഏകാന്തതയുടെ, അർത്ഥശൂന്യതയുടെ ഒരു ഭാവം. ഏതാ കവിത എനിക്ക് മറന്നു പോവാണ്. എൻ്റെ വീട്ടിൻ്റെ മുമ്പിലെ പാടം നോക്കിയിരിക്കുമ്പം മൂവന്തി യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പിന്നെ ഇതുണ്ടല്ലോ വിരഹത്തിൻ്റെ ആ മൂവന്തിയാണ് മറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ആ മീനിങ്ലെസ്നെസ്സാണ് മൂപ്പർ. അതിന് രാമേന്ദ്ര മാഷ് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. കാരണം ഈ മൂപ്പർക്ക് തത്വചിന്താപരമായ മീനിങ്ലെസ്നെസ്സാണ് മൂപ്പർക്ക് റൈറ്റേഴ്സ് ബ്ലോക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ആശാന്മാർ ചില പരിപാടി ഒപ്പിക്കും. കാരണം ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർ പറയും പിന്നെ അതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ് സൈക്കോളജിയിൽ. അതായത് കവിയായിട്ട് മൂപ്പര് പറഞ്ഞിരുന്നതാ, കവിയായിട്ട് അങ്ങനെ എഴുതണം എന്നില്ല, കവിയായിട്ട് ജീവിച്ചാൽ മതി എന്നാണ് മൂപ്പര് പറയാം.
അതിലൊരു അർത്ഥമുണ്ട്. കവിയുടേതായിട്ടുള്ള സൂക്ഷ്മ കാവ്യാത്മകമായ മനസ്സോടുകൂടി ജീവിക്കുന്നതാണ് കവിത എഴുതുന്ന പോലെ തന്നെ പ്രധാനമുള്ളതാണ്. അതുകൊണ്ട് കുറേ മൂപ്പരോട് ഇങ്ങനെ എഴുതുമ്പോൾ കവി എന്നിട്ട് മാഷെന്താ എഴുതാ, ഇപ്പം ഞാൻ കവിയായിട്ട് ജീവിക്കണ്ടല്ലോ, എന്തിനാ എഴുതുന്നത് ചോദിക്കുന്നത്. അതൊരു ശരിയാണെങ്കിൽ തന്നെ അതിൽ എഴുതാത്തതിനുള്ളൊരു ന്യായീകരണവും കൂടി നമുക്കുണ്ട്. അപ്പം ഇങ്ങനത്തെ ന്യായീകരണത്തിലൊന്നും നിങ്ങൾ പോയി പെടരുത്. കാരണം രാമേന്ദ്രൻ മാഷ് വലിയ ആളാണ്. അപ്പം നമ്മൾ സ്വയം ഡിഫെൻസീവ് മെക്കാനിസത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മാനസികമായ പ്രതിബന്ധങ്ങളെ മനസ്സിലാക്കാനും തരണം ചെയ്യാനും പറ്റാതെ. പിന്നുള്ളത് ഫിസിയോളജിക്കലായിട്ടുള്ള പ്രശ്നമാണ്, ഡിപ്രഷനുള്ളവരുണ്ട്. വെർജീനിയ വൂൾഫൊക്കെ വലിയ എഴുത്തുകാരിയായിരുന്നു. പേഴ്സണലിസ്റ്റ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞവർ വൺസ് ഓൺ റൂം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഏറ്റവും വിസ്ഫോടകമായിട്ടുള്ള ഫെമിനിസ്റ്റ് എഴുത്തിൻ്റെ അധ്യായം തുറന്നിട്ടുള്ള വെർജീനിയ വൂൾഫിനൊക്കെ ഡിപ്രഷനായിരുന്നു. ചില കാലത്ത് അവർക്ക് എഴുതാനേ പറ്റില്ല. എഴുത്തു തുടങ്ങിയ പച്ചോളമാരി ധാരാളം എഴുതി. അത് മാനസികമായിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പ്രോബ്ലം കൂടിയായിരുന്നു, നമുക്കറിയാൻ പറ്റും. പിന്നെ ചിലവർക്ക് ആദ്യം ഒരു നല്ല കൃതി വെച്ച് ഭയങ്കര അംഗീകാരം കിട്ടും. അപ്പം ഇനി അതിൻ്റെ പോലെ എഴുതാൻ പറ്റുമോ എന്ന ആദ്യത്തെ കൃതിയുടെ കുടുക്കിൽപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള കുറച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ് ഇത് റൈറ്റേഴ്സ് ബ്ലോക്കിനുണ്ടാകുന്ന മാനസികമായ വ്യക്തിപരമായ പ്രതിബന്ധങ്ങളാണ് കുറച്ചെണ്ണം ഞാൻ ചാർട്ട് ചെയ്ത്. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ഇതൊന്നൊരു ഔഷധ മൂല്യമൊന്നുമല്ല. അതിന് ഈ എഴുത്തിനോടൊരു സമീപനം കൊണ്ട് ഉള്ള മാറ്റം കൊണ്ട് നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ അല്ല, ഇത് ഞാൻ എഴുതുന്ന. അപ്പോൾ എഴുത്തച്ഛനെ കണ്ട ഒരു അതാണ് എഴുത്തച്ഛൻ്റെ നമ്മളെ ഈ നല്ല പാരമ്പര്യത്തിൻ്റെ നല്ല അംശങ്ങളുടെ ഒരു ശക്തിയാണ്. എഴുത്തച്ഛനൊക്കെ എഴുതുന്ന എന്താ വെച്ചാൽ എൻ്റെ പേരും കൂടി അവിടെ ഇല്ല. ഞാൻ എഴുതുന്ന എനിക്ക് വേണ്ടിയിട്ടില്ല, പേരൊന്നും എഴുതി വയ്ക്കുന്നില്ല. ഞാനൊരു നിയോഗത്തിന് ഈ പ്രപഞ്ചശക്തിയുടെ നിർദ്ദേശപ്രകാരം ഡിക്റ്റേറ്റ് മാനിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അല്ല എന്നതാണ്. അതാണ് ഒരു വിശ്വാസത്തിൽ ഒരു അദ്വൈതമായിട്ടുള്ള പ്രകൃതിയും ദൈവവും എല്ലാം അടങ്ങുന്നൊരു പ്രപഞ്ച പൊരുളിലുള്ള വിശ്വാസവും. അതൊക്കെ ഇപ്പം നമുക്ക് ഈ കാലത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വേറെ വിഷയം. പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് നമ്മൾ ആലോചിക്കണം. അതാണ് ഞാൻ അടുത്ത കുഞ്ഞുകുട്ടൻ തമ്പുരാന് ബുദ്ധിമുട്ടില്ലാതെ ഏതെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ വെച്ചാൽ ഈ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം ഇച്ഛിക്കാതിരിക്കുക, ഇതൊക്കെ വളരെ അപകടം പിടിച്ച പ്രസ്താവനകളാണ് ഇന്നത്തെ ഭഗവത്ഗീതയിലൊക്കെ പറയുമ്പോൾ. ഇന്ന് ഭഗവത്ഗീതേനെയൊക്കെ ദുരുപയോഗപ്പെടുത്തിട്ട് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാജനാളിൽ പണിയെടുത്തവന് കൂലി കൊടുക്കാതിരിക്കാനുള്ള വർത്തമാനമായിട്ട് നീ പണിയെടുത്താൽ മതി, കൂലി കൊടുക്കണ്ട, കർമ്മം ഇതാക്കണ്ട എന്ന് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് തത്വചിന്താപരമായിട്ടുള്ള വലിയൊരു സത്യമുണ്ട്. കാരണം അറ്റാച്ച്മെൻറ്റ് ടുവേഡ്സ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനോട് വർക്കിനോട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് അതിനുള്ള എഫിഷ്യൻസി കുറയും എന്നുള്ളത് പുതിയ സൈക്കോളജി പറഞ്ഞതാണ്. ആ വർക്കിനോട് അതിൻ്റെ ഫലത്തിനെ പറ്റി ഇച്ഛിക്കുന്ന സമയത്ത് അതിലുള്ള ഇൻവോൾവ്മെൻ്റാണ് കുറയാം, ആ പ്രതിഫലത്തെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലെ കർമ്മണ്യവാധികാരസ്ഥേനയിൽ വളരെ പ്രതിലോമകരമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുന്ന പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിലേക്കും വ്യാപിപ്പിക്കാം. ഭഗവത്ഗീതനെ തന്നെ നീ കൊല്ല് എന്ന് പറയുന്ന ഹിംസയുടെ പുസ്തകത്തെയാണ് മഹാത്മാഗാന്ധി അനാസക്തി യോഗം എന്ന അഹിംസയുടെ പുസ്തകമാക്കി. അപ്പോൾ വായനകളാണ് അർത്ഥങ്ങളെ ഇതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വായനയിൽ കൂടെ നമുക്ക് ഇതിനോടുള്ള ഫലപ്രാപ്തി, ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവർ കുട്ടികളൊക്കെ എന്തെങ്കിലും എഴുതുമ്പോഴേക്ക് അപ്പോഴേക്ക് ഫലം കിട്ടണം, അപ്പോഴേക്ക് അവാർഡ് വേണം, അപ്പോഴേക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കണം, ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ആ എഴുതുന്നതിൻ്റെ ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ എൻജോയ്മെൻ്റ് അല്ല, അതിൻ്റെ ഫലത്തെ പറ്റിയുള്ള ചിന്ത വളരെ കുഴപ്പമുണ്ടാക്കും. അത് റൈറ്റേഴ്സ് ബ്ലോക്കായിട്ടും വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഭഗവത്ഗീതയുടെ ഒരു ആശയത്തെപ്പറ്റി കൂട്ടി പറഞ്ഞു, ഇതിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുക. അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതുണ്ട്. ദൈവപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെ ഫലം. അതുപോലെ എഴുതുമ്പോൾ ആ എഴുതലാണ് അതിൻ്റെ ഫലം, അല്ലാതെ അതിന് പിന്നെ ചേരുന്ന ഫലമല്ല. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിയ ഒരാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നുള്ള പ്രശ്നമേ ഇല്ല. ഈ ഫലത്തെ പറ്റിയിട്ടുള്ളൊരു ചിന്തയില്ല. ഇതിപ്പോൾ നമ്മളൊരു പഴയ
ഭഗവത്ഗീതയെ പറ്റി പറഞ്ഞാൽ ഇതിന് അത്ഭുതകരമായിട്ടുള്ള ലോകത്ത് നടക്കുന്ന ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ട് ലോകത്ത് നടക്കുന്നത്. ഇത് ഈ തത്വത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. മോസ്റ്റ് എക്സ്ട്രീം എൻഡ്യൂറൻസ് ഇവൻ്റ് ഇൻ എർത്ത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് ദി അന്റാർട്ടിക് ഐസ് മാരത്തോൺ, അന്റാർട്ടിക്കയിൽ നടത്തുന്ന ഒരു മാരത്തോൺ ഓട്ടമാണ്. 42-43 കിലോമീറ്റർ ഓടണം. എങ്ങനെയാ വെച്ചാൽ മഞ്ഞ് നിറഞ്ഞ പിന്നെ പ്രദേശത്തിലേക്ക് വഴുക്കുണ്ടാവും. -20-30 ഡിഗ്രിയിലാണ്. കുറച്ച് ഓടുമ്പോഴേക്ക് നമ്മളെ പേശികളൊക്കെ ലോകത്തെ ഏറ്റവും എൻഡ്യൂറൻസ് പരീക്ഷിക്കുന്ന ഒരു ടെസ്റ്റാണല്ലോ. മാത്രമല്ല പിന്നെ ഓക്സിജൻ കുറവായിരിക്കും. പിന്നെ കാരണം ഉയർന്നുള്ള സ്ഥലം ഓക്സിജൻ കുറവായിരിക്കും, പേശികൾ മുറുകും. നമ്മൾ ഓടുമ്പോൾ മറ്റുള്ളവരോട് മാത്രമല്ല നമ്മൾ മത്സരിക്കുന്നു, പ്രകൃതിയോടും കൂടി മത്സരിക്കുന്ന ഒരു ഓട്ടമാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റപ്പെടുന്ന മാതിരി തോന്നും. കാരണം ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഓട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ സാധാരണ മാരത്തോൻ്റെ മാതിരി ജനക്കൂട്ടമില്ല, കൈയടിക്കലില്ല, സംഗീതമില്ല, താളമില്ല, ഒന്നുമില്ലാതെ ഒറ്റപ്പെടുന്ന ഒരു ധ്യാനാത്മകമായിട്ടുള്ള അസ്തിത്വ അവബോധത്തിലേക്ക് കടക്കുന്ന വലിയൊരു ഓട്ടമാണ് 43 കിലോമീറ്റർ. എൻ്റെ തമാശ എന്താ വെച്ചാൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഒരു ന്യായ പൈസ പ്രൈസില്ല, ഒരു മോമെൻ്റ് പോലും ഇല്ല, ഒരു സൈറ്റേഷൻ പോലും ഇല്ല. ഓടി ഇതിൻ്റെ ആ പങ്കെടുത്ത എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എൻജോയ്മെൻ്റാണ് ഏറ്റവും അസഹ്യമായിട്ടുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് അതിൻ്റെ പ്രതിഫലം. ഇത് ലോകത്തുള്ള ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ളൊരു മത്സരമാണ്. ഇങ്ങനെ ആയിരിക്കണം ഈ നിങ്ങൾ ഇത് അന്റാർട്ടിക് ഐസ് മാരത്തോണാണ് എഴുത്തെന്ന് പറഞ്ഞാൽ ആ എഴുതുമ്പോൾ കിട്ടുന്നതിൻ്റെ ആ അനുഭൂതി, അതിൽ നിന്നുള്ള സംഘർഷം, വേദന, അത് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം എന്നാകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷേൻ്റെ അത്ര ഉണ്ടാകുമോ, പരാജയമുണ്ടാകുമോ, അത് പെർഫെക്ഷനാണോ, ഇതെല്ലാം ഇതാക്കാം. ഇതിപ്പോൾ എൻ്റെ ഈ ഔഷധം എല്ലാവർക്കും വലിച്ചോളണമെന്നില്ല. എല്ലാം തോറ്റ കാളെന്നല്ല എന്ന് പറയുന്ന മാതിരിയുള്ള ഒരു ഔഷധപ്രയോഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വളരെ ഫലവത്താകുമെന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഈ ഇദം നമമ എന്ന് പറഞ്ഞിട്ടുള്ള നിരാസക്തിയോടുകൂടിയിട്ടുള്ള എഴുതിയ ആൾക്കാർക്ക് എഴുത്ത് എന്ന് പറഞ്ഞാൽ പുല്ലായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈ മാനസികാവസ്ഥ ഇതായിരിക്കുമെന്ന് ഞാൻ എൻ്റെ ചെറിയ ബുദ്ധിയിൽ ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. പിന്നെ റൈറ്റേഴ്സ് ബ്ലോക്കിനുള്ള സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പബ്ലിക് എക്സ്പെക്റ്റേഷൻ, പുറമുള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്ന മാതിരി എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ട്. ഇപ്പോൾ DC ഇവിടെ വരികയാണെങ്കിൽ സുനിത വില്യംസിനോട് ഒരു നോവൽ എഴുതാൻ പറഞ്ഞു വിചാരിക്കുക. സുനിത വില്യംസിന് വലിയ ടെൻഷനായിരിക്കും. കാരണം ഏത് എഴുത്തുകാർ വരുന്നേക്കാളും ജനം കൂടിയതാണ് സുനിത വില്യംസ്. പക്ഷെ അവർ നോവൽ എഴുതുമ്പോൾ അവരൊക്കെ അയ്യോ ഞാൻ നോവൽ എഴുതി 2ാം കിട എഴുതി ഇതിൻ്റെ എല്ലാ പേരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടില്ലേ. സുനിത വില്യംസിന് ഉണ്ടായിക്കൊള്ളുന്നില്ല, നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്, അവർക്കൊരു സ്പിരിച്വൽ ഹൈറ്റ് ഉണ്ട്, അവരെ സംസാരത്തിലറിയാം. പക്ഷെ അങ്ങനെ വലിയ സെലിബ്രിറ്റിയായിട്ടുള്ള ആൾക്കാർക്ക് എഴുതുമ്പോൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് ഞാൻ ഉയരാൻ പറ്റില്ലേ എന്നത് സാമൂഹ്യമായിട്ടുള്ള റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ മാർക്കറ്റ് സമ്മർദ്ദം, അത് നിന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഡെഡ് ലൈൻ കൊടുക്കുക. പത്രക്കാർ നോവൽ എഴുതുന്ന പറയുമ്പോഴേക്ക് പരസ്യം തന്നെ കൊടുത്തേക്ക് വരും. അപ്പോൾ പിന്നെ ആ ടൈമിന് എഴുതി കൊടുക്കണം. അത് അങ്ങനെ ടൈമിന് എഴുതണം എന്ന് പറയുമ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാക്കുക, നമുക്ക് അതിനോടൊരു പ്രതിരോധമുണ്ടാക്കും. അത് കമേഴ്ഷ്യലായിട്ടുള്ളൊരു സാമൂഹ്യമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പിന്നെ ജനസമ്പർക്കം തീരെ ഇല്ലാതെ ഇരിക്കുന്നത്, പലരും വിചാരിക്കും ഇതുണ്ടല്ലോ വേർഡ്സ്വർത്ത് പറയുന്നില്ല, ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം ഇമോഷൻ റീകോൾഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. പോയംസൊക്കെ റീകോൾഡ് ഇൻ അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നമുക്ക് പോയവും ഒക്കെ ഉണ്ടാകും. പക്ഷെ വല്ലാതെ ഒറ്റപ്പെട്ടാൽ എഴുത്ത് നടക്കില്ല എന്നുള്ളത് എൻ്റെ മറ്റൊരു വിഷയം. പിന്നെ വല്ലാതെ എക്സ്പോസ്ഡ് ആയാലും എഴുത്ത്, അതിന്ന് കേരളത്തിലെ പ്രസംഗിക്കാൻ പോകുന്ന എഴുത്തുകാരെല്ലാം ഗതികേടാണ്. ആൾക്കാർ ചുറ്റും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ അങ്ങനത്തെ ആൾക്കാർ. അങ്ങനെയുള്ള പ്രധാന ഒരു ഉദാഹരണമാണ് അഴീക്കോട് മാഷ്. അഴീക്കോട് മാഷ് നല്ല ദിഷണുള്ള ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ അദ്ദേഹത്തിന് എഴുതിയതിൻ്റെ
അദ്ദേഹത്തിൻ്റെ ശേഷിയുടെ പകുതി പോലും വരാത്ത ജനങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരുന്നതാണ്. ഒറ്റപ്പെടാൻ, ഉള്ളിലേക്ക് ഇൻട്രോവേർട്ടായിട്ട് ഉള്ളിലേക്ക് വലിയാനുള്ള അവസരമില്ല. ഇതൊരു സാമൂഹ്യമായിട്ട് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ്. പിന്നെ രാഷ്ട്രീയമായ മാറ്റം. ചിലർക്ക് തോന്നായിട്ട് കാലൊക്കെ മോശമായി, എൻ്റെ ചിന്തയ്ക്ക് എൻ്റെ വിഷനൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞാലുണ്ടാവും. എം സുകുമാരൻ കുറേ കാലം എഴുതാത്തത് എന്തുകൊണ്ടാണ്? എം സുകുമാരൻ എഴുതിയില്ല. കാരണം അദ്ദേഹത്തിന് താൻ സങ്കല്പിച്ചൊരു ലോകമായിട്ട് പുലബദ്ധമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ എഴുത്തിന് പ്രസക്തിയില്ല എന്ന തോന്നൽ കൊണ്ടാണ്. അങ്ങനെയാണ് കുറേ കാലത്തിന് ശേഷം ശേഷക്രിയ എഴുതിയത് അദ്ദേഹം. കാരണം അദ്ദേഹം ഇതുകൊണ്ടാണ്. CR പരമേശ്വരൻ ഒരൊറ്റ നോവൽ, എന്താ പ്രകൃതിയുമൊക്കെ ഞെട്ടിച്ച് കളയുന്ന നോവലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതീക്ഷ, അദ്ദേഹം വളരെ സിനിക്കലായി മാറി എന്നല്ല. എൻ്റെ ഒരു സുഹൃത്ത്, അടുത്ത സുഹൃത്ത് എന്നെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട് പല കാര്യത്തിനും നിലപാടുകളുടെ പേരിൽ. പക്ഷേ അദ്ദേഹം സിനിക്കലായി, ലോകം നന്നാവില്ല എന്നൊരു തോന്നൽ വന്നാൽ പിന്നെ എഴുതാൻ പറ്റില്ല. ഒരു പ്രതീക്ഷയുടെ ഇതെങ്കിലും വേണം. പിന്നെ ഇതിനെ ബ്ലോക്ക് അതിജീവിക്കാൻ, ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടൊക്കെ എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിന് അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഴുത്തുകൂടിയായിരുന്നു പാത്തുമ്മയുടെ ആടുണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഇപ്പം ഞെക്കിക്കള് പ്രശസ്ത എഴുത്തുകാർ, ഇതൊക്കെ ഇങ്ങനെ ഈ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് ഉദാഹരണം നമുക്ക് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ റൈറ്റേഴ്സ് ബ്ലോക്കിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഹെമിംഗ്വേ ഇത്ര വലിയ എഴുത്തുകാരൻ, ധാരാളമായിട്ടുള്ള എഴുതിയിട്ടുള്ള എഴുത്തുകാരൻ പറയണ എന്താ വെച്ചിട്ടുണ്ടോ, ആദ്യത്തെ വാചകം എഴുതാൻ ഇറ്റ്സ് എ ടെറിഫയിങ് എക്സ്പീരിയൻസ്. ഒരു കൃതിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ ഇറ്റ്സ് എ ടെറിഫയിങ് എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞത്. തുടക്കം കിട്ടില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോയിക്കോളും. പക്ഷെ അതിങ്ങനെ അത് വെച്ചാൽ നിരയാവോ നിരയാവില്ലേ എന്നൊക്കെയുള്ള ബേജാറ് കൊണ്ടാണ് ഹെമിംഗ്വേ അനുഭവിച്ചപ്പോൾ. അതുകൊണ്ട് അദ്ദേഹം ആചാരമായിട്ട് രാവിലെ ഒരു വാചകം എന്തെങ്കിലും എഴുതിക്കളയും, ഇതിനെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കോട്ട് ഫിറ്റ്സ് ജെറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ വലിയ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ഗ്രേറ്റ് ഗേറ്റ്സ്വേ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയതിന് ശേഷം വലിയ അംഗീകാരമൊക്കെ കിട്ടി. പുള്ളിക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. രണ്ടാമത്തെ നോവലിന് വേണ്ടി പുള്ളി കള്ളുകൂടി തുടങ്ങി, ആൾക്കാരെ ഒറ്റപ്പെട്ടിരിക്കൽ തുടങ്ങി, അതുകൊണ്ട് നടക്കുന്നില്ല. ആൾക്കാരെ ഇടയിൽ പോലും തുടങ്ങി, നടക്കുന്നില്ല. പിന്നെ രണ്ടാം കൃതി പിന്നെ വരാൻ, ടെൻഡർ ഈസ് ദി നൈറ്റ് എന്നുള്ള ഇത് വരാൻ കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയിട്ടുള്ളത്. അത് വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പോകും. പിന്നെ വെർജീനിയ വുൾഫ് പലപ്പോഴും ഇത്ര വലിയ പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിക്ക് അദ്ദേഹം പലപ്പോഴും ബ്ലോക്ക് പൊട്ടിയ പടപടാന്നങ്ങ് വരും ചെയ്യും. അങ്ങനത്തെ ഒരു എഴുത്തുകാരിയായിരുന്നു. പിന്നെ സാമുവൽ ടൈലർ കോൾഡ്രിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള കവി, അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കൃതി വന്നതിന് ശേഷം രണ്ടാമത്തെ കൃതി അദ്ദേഹത്തിന് എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ എത്ര മെനക്കെട്ടിട്ടും അത് അപൂർണമായിട്ട് മരിച്ചു പോകേണ്ടി വന്നു. മിഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു, സൈക്കോളജിക്കലായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി 10 മിനിറ്റും കൂടിയേ ഉള്ളൂ എനിക്ക്. പിന്നെ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. റൈറ്റേഴ്സ് ബ്ലോക്കല്ല, ഒരാൾ കുറേ കാലം എഴുതാതിരുന്ന മറ്റൊരാൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്കാണ്. അല്ല, അത് ശരിക്ക് ഒരു ഗസ്റ്റേഷൻ പീരീഡാണ്, എഴുത്തിൻ്റെ ഒരു ഗർഭകാലമാണ്. അയാൾ എഴുതുന്നില്ലെങ്കിലും അയാൾ മാനസികമായി എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉദാഹരണമായിട്ട് OVJൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. OVJ ഞാൻ പലപ്പോഴും പറഞ്ഞ മാതിരി OVJ ഖസാക്ക് എഴുതുമ്പോൾ അത് ആലോചിച്ച് 10-12 വർഷത്തിന് ശേഷം അപ്പുറത്തു തൻ്റെ ഗ്രാമത്തെ, OVJ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാർഡ് ഹോൾഡറായിരുന്നു, മെമ്പറായിരുന്നു, തൻ്റെ ഗ്രാമത്തെ ആസ്പദമാക്കി ഒരു വിപ്ലവകൃതി എഴുതാനായിരുന്നു വിജയൻ്റെ മോഹം. പക്ഷേ 10 കൊല്ലം ഇതിനുവേണ്ടി ആലോചിച്ചപ്പോഴേക്ക് ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളും, ആധുനികത നൽകിയ വാഗ്ദാനങ്ങൾക്കുണ്ടായ തിരിച്ചറി, സമത്വവാദ സിദ്ധാന്തത്തിന് സോവിയറ്റ് യൂണിയൻ ഒരു സാമ്രാജ്യത്വ ശക്തിയായിട്ട് ഹംഗറിനെയും ചെക്കോസ്ലോവാക്കിയനെയും എല്ലാം കീഴടക്കുന്ന, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ള അപജയത്തെ പറ്റിയിട്ടുള്ള ഡിസല്യൂഷ്മെൻ്റ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഈ കൃതിക്ക് വേണ്ടി ആലോചിക്കുകയാണ്, അതിനുള്ള ദാർശനികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിലാണ്. അപ്പോൾ ശരിക്കും 12 വർഷവും ഒരു ഗർഭകാലമായിരുന്നു, ഗസ്റ്റേഷൻ പീരീഡായിരുന്നു വിജയനെ സംബന്ധിച്ചിടത്തോളം എഴുത്തിൻ്റെ. അപ്പോൾ അതൊരു ബ്ലോക്കല്ല, അദ്ദേഹം മനസ്സുകൊണ്ട് ദാർശനികമായിട്ട് തൻ്റെ പ്രശ്നങ്ങൾ ഇഴപിടിച്ചു കൊണ്ടിരിക്കുന്ന ഉള്ളതാണ്. അതായത് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വേദനാപൂർണമായിട്ടുള്ള നിശബ്ദതയാണെങ്കിൽ,
ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായിട്ടുള്ള നിശബ്ദത. രണ്ടും നിശബ്ദതയാണ്, പക്ഷെ രണ്ടും ഒന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറ്റത് ആഗ്രഹം കണ്ട് വേദനാപൂർണമാണ്, എഴുതാൻ പറ്റുന്നില്ല. മറ്റത് അർത്ഥപൂർണമായിട്ടുള്ള നിശബ്ദതയാണ്. ഇനി നമുക്ക് ചില എഴുത്തുകാരുണ്ട് 1ഉം 2ഉം പുസ്തകം കൊണ്ട് ലോക സാഹിത്യത്തെ. അപ്പം അങ്ങനെ റൈറ്റേഴ്സ് ബ്ലോക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ മതി, എന്തിനാ ബേജാറാവുന്നു, ഒന്ന് നന്നായിട്ട് എഴുതിയാൽ മതി, ഞാൻ ലോക സാഹിത്യത്തിൽ നിന്നോളും. എമിലി ബ്രോണ്ടിൻ്റെ വിതറിങ് ഒരൊറ്റ പുസ്തകമാണ് അവരെഴുതിയിരിക്കുന്ന ആ സ്ത്രീ, ഒരൊറ്റ പുസ്തകം. അതുകൊണ്ട് ലോകപ്രശസ്തിയായിട്ട് ലോക സാഹിത്യ ചരിത്രത്തിൽ തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി എന്നും ഉദിച്ചു നിൽക്കുന്ന ആളാണ് എമിലി ബ്രോണ്ടി. അപ്പോൾ എമിലി ബ്രോണ്ടിക്ക് പിന്നെ എഴുതാൻ പറ്റിയില്ല. അത് വേറൊരു തരത്തിലുള്ള ഫിലോസഫിക്കലായിട്ടുള്ള, കാരണം അവർക്ക് ലോകത്തെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി, വയലൻസിനെപ്പറ്റി, പ്രകൃതിയെപ്പറ്റി തനിക്ക് പറയാനുള്ള സമഗ്രമായിട്ടുള്ള വിഷയങ്ങളും വീക്ഷണങ്ങളും ദർശനങ്ങളും ഒറ്റ നോവൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താ എഴുതാൻ? ഒന്നും എഴുതാനില്ല. ഇതാണ് എമിലി ബ്രോണ്ടിക്ക് ഒറ്റ നോവലിൽ നിർത്താൻ കാരണം. പിന്നെ മാർഗരറ്റ് മിച്ചൽ ഒരൊറ്റ പ്രധാന നോവൽ ഗോൺ വിത്ത് ദ വിൻഡ്, വളരെ പ്രശസ്തമായ, ആ പ്രശസ്തിയോടുകൂടി അവർ കുടുങ്ങിപ്പോയി. പിന്നൊന്നും എഴുതാൻ പറ്റില്ല, അതുമാതിരി എഴുതാൻ പറ്റില്ല, ബേജാറുകൊണ്ട് പിന്നെ ഒന്നും എഴുതിയില്ല. പിന്നെ റാൽഫ് എല്ലിസൺ ഇൻവിസിബിൾ മാൻ എന്നുള്ള പുസ്തകം, നോവൽ പ്രശസ്തമാണ്. 2ാം നോവലിന് പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടും എഴുതാൻ കഴിഞ്ഞില്ല. പിന്നെ അത് എഴുതാതെ പിന്നെ അവർക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നുള്ളതാണ്. പിന്നെ അരുന്ധതി റോയ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞിട്ടാണ്. അരുന്ധതി റോയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യലായിട്ടില്ല. അരുന്ധതി റോയ് ഒന്നിനും വഴങ്ങാത്ത സ്ത്രീ, അറിയാലോ. അവർ അത് വിജയിച്ചോടുകൂടി അവരെ പിറകെ നിവൃത്തിയില്ല, ഉണ്ണാനും ഉറങ്ങാനും നിവൃത്തിയില്ലാതെ പബ്ലിഷേഴ്സിൻ്റെ കമേഴ്ഷ്യലായിട്ടുള്ള സമ്മർദ്ദമാണ്. അത് തന്നെ അവർ അതിനോടുള്ള പ്രതിരോധമായിട്ട് അവർ 2ാമത്തെ ദിവസം അത്രയും നീട്ടിവെച്ചു എന്നുള്ളതാണ്. അത് വളരെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു പ്രതിരോധമാണ് അരുന്ധതി റോയ് നടത്തി. സാഹിത്യത്തെ ചരക്കുവൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് അവരുടെ റൈറ്റേഴ്സ് ബ്ലോക്ക്. അതുകൊണ്ടായിരിക്കാം അവർ 2ാമത്തെ നോവൽ നീണ്ടുപോയത് എന്ന് പറയാം. അപ്പോൾ 2 തരത്തിൽ, അപ്പോൾ അത് 2 തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് ലോകത്ത്. ഒന്ന് പ്രോളിഫിക് റൈറ്റേഴ്സാണ്, നദീജലപ്രവാഹന്മാരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ ആ ജലപ്രവാഹം കൊണ്ട് ആ പ്രകൃതിനെയൊക്കെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ വോൾക്കാനിക് റൈറ്റേഴ്സ് ഉണ്ട്, അഗ്നിപർവ്വത എഴുത്തുകാർ. എപ്പോഴെങ്കിലും ഈ അഗ്നിപർവ്വതം ഒന്ന് പൊട്ടുള്ളൂ, പക്ഷെ ഒരു പ്രാവശ്യം പൊട്ടിക്കഴിഞ്ഞാൽ ആ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റിക്കളയുന്നുള്ള ഒരൊറ്റ കൃതി കൊണ്ട് നമ്മൾ ആ കാഴ്ച തന്നെ, എല്ലാം ഭൂലോകത്തിൻ്റെ കിടപ്പിനെ തന്നെ മാറ്റുന്ന വോൾക്കാനിക് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 2ാമത്തെ കൂട്ടർ റൈറ്റേഴ്സ് ബ്ലോക്കുകാരാണെന്ന് നമ്മൾ പറഞ്ഞാലും അവർക്ക് അത്ര എഴുതിയാൽ മതി. അപ്പോൾ കുറച്ച് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു ബേജാറായിട്ട് എടുക്കണ്ട. അതിൻ്റെ ചില വഴികൾ നമുക്ക് പരീക്ഷിക്കാവുന്ന ഈ ഫലയേച്ഛ, അതാണ് ഇന്നിപ്പോൾ എല്ലാ ചെറുപ്പക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ആവുന്നതിൻ്റെ മുമ്പ് ഉടനെ അതിൻ്റെ ഫലം കാണണം എന്നുള്ളതാണ്. ഉടനെ അവാർഡ് വേണം. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൊക്കെ വരുമ്പോഴേക്കും ചെറുപ്പക്കാർ ഉടനെ അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡേ വേണ്ടു, പുസ്തകം കട്ടായിട്ട് അയച്ചു തരികയാണ്. അപ്പോൾ അവനവനെ പറ്റിയും അവനവൻ്റെ എഴുത്തിനെ പറ്റിയും ഒരു വില. ഇതാണ് പ്രയോജനവാദം അത്രയ്ക്ക് ഭീകരമായി മാറുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതിനെ മാറ്റണമെങ്കിൽ ഇതിൻ്റെ പ്രയോജനത്തിനെ തിരസ്കരിക്കാനുള്ള ആ എഴുത്ത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്നുള്ളതിലേക്ക് എത്താൻ പറ്റുന്നത്. പിന്നെ ഞാൻ 5 മിനിറ്റും കൂടിയുള്ളൂ. വ്യക്തിത്വ ദുർഘടങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നിട്ടുള്ള തരം റൈറ്റേഴ്സ് ബ്ലോക്കുണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം തന്നെ പറയാം. ഈ ഷേക്സ്പിയറുടെ ട്രാജഡികളിലൊക്കെ ഒരു കഥാപാത്രത്തിന് ഒരു ദുരന്തം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം തന്നെയാണ് എൻ്റെ ഉത്തരവാദി എന്ന് അറിയാതെ ഷേക്സ്പിയർ സ്ഥാപിക്കും. ഒരു ക്യാരക്ടറിനുള്ള ഫ്ലോസാണ് വെച്ചാൽ അതിലുള്ള ഒരു കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള എന്തോ ഒരു ഓട്ടയാണ് അയാളുടെ ദുരന്തത്തിന് കാരണം. ഒരു കപ്പലിലൊരു ഓട്ട, ചെറിയ ഓട്ട പോരെ, വലിയ കപ്പലൊക്കെ ആയിരിക്കും, ചെറിയൊരു ഓട്ടം ഉണ്ടായ വെള്ളം കയറിയിട്ട് മുങ്ങിപ്പോവും. അതുപോലെ തന്നെ പല കഥാപാത്രങ്ങളും ഷേക്സ്പിയറുടെ കൃതികളിൽ ദുരന്തത്തിലെത്തുന്നത് എല്ലാ കഴിവും ശക്തിയുള്ളവരായിരുന്നു, പക്ഷെ അവർ വ്യക്തിത്വത്തിൽ ഏതോ ഒരു ദുർബലതയാണ്. ഈ ദുർബലത ബ്ലോക്കായിട്ട് വരുന്ന തലത്തിലുള്ള പ്രശ്നമുണ്ട്. അതിപ്പോൾ എൻ്റെ ഉദാഹരണം തന്നെ ഒരു വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഈ ബാങ്കിലുമ്പോൾ, കാരണം സ്വന്തം കാര്യമാകുമ്പോൾ നിങ്ങൾക്കിടയ്ക്ക് പലവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, എൻ്റെ കാര്യം പറയാനല്ല പറയുന്നത്. ബാങ്കിലെ ജോലി വലിയ ബ്ലോക്കാണ് എഴുത്ത് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ബാങ്കിലെ ജോലി ഒഴിവാക്കിയത്, ചെറിയ പെൻഷനൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ ഉടനെ ബ്ലോക്ക് നീക്കിയപ്പോഴേക്ക്
ഉടനെ മറ്റൊരു ബ്ലോക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി. മാധ്യമത്തിലേക്ക് അവർ വിളിച്ചു, അല്ലെങ്കിൽ മിണ്ടാതെ വെയ്യ എനിക്ക് ഈ പണിക്ക്, ഞാൻ സ്വസ്ഥമായിട്ട് എഴുതാനാണ് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അതിൽ കയറി അവിടെ ചേർന്നു. പുതിയ മാഗസിൻ തുടങ്ങുകയാണ്. എന്താ തലവലി! ഒരു കൊല്ലം ഞാൻ അവിടെ ഒന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യായിരുന്നു അല്ലെന്ന് തോന്നി. അവരെന്നെ വിടാൻ തയ്യാറായിരുന്നില്ല. MTയോട് സങ്കടം പറഞ്ഞു. MT രാമനോട് ഇങ്ങോട്ട് പോരൂ തുഞ്ചൻപറമ്പിലേക്ക് എന്ന് പറഞ്ഞു. എന്നെ അങ്ങോട്ട് വിളിച്ചു. അവിടെ ജോയിൻ ചെയ്തു. അവിടെ പ്രേം സാഹിബിനോടൊക്കെ പറഞ്ഞ് ലോക്യത്തിൽ പിരിഞ്ഞു പോകുന്നു. അവരൊക്കെ വലിയ സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ ആ ബ്ലോക്കും നീക്കി. എന്നാൽ ഇവിടെ വന്നപ്പോഴോ എന്നാ പിന്നെ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസറായി വെച്ച് ആ പണിയെടുത്ത് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. എനിക്ക് ഭയങ്കര ഉത്സാഹം കാണിച്ചു. അപ്പോൾ MT വിചാരിച്ചു അവൻ കൊള്ളാലോ, പിന്നെ നല്ല ഉത്സാഹിയാണ്, ഒന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി. അപ്പം തന്നെ 6 മാസം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള തസ്തിക അടിച്ചു. പിന്നെ എല്ലാം അതിൻ്റെ പണി അതിലങ്ങോട്ട് മുങ്ങി. തുഞ്ചൻപറമ്പിൽ ഇതൊന്നും ആരും MT പറഞ്ഞിട്ടല്ല, ഞാൻ തന്നെ എനിക്ക് ബ്ലോക്ക് ഉണ്ടാക്കണം. ഇന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. ഇവിടെ നിന്നപ്പോൾ ഞാൻ വെച്ച് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമേ, പിന്നെ അറിയാതെ ഓരോന്നിൽ കുടുങ്ങിപ്പോകും ഞാൻ. അത് നൂർത്തില്ല, എൻ്റെ വ്യക്തിത്വമല്ല ദുർഘടമാണ്. ഇത് മറ്റേ ഇതല്ല അത് നമ്മളുടെ അത് പക്ഷേ അതൊരു ഫിലോസഫിക്കലായിട്ടുള്ളൊരു പ്രശ്നം കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ കേന്ദ്ര സാഹിത്യം എന്തിനപ്പം ഞാൻ ഏറ്റെടുത്ത്? ഒരു കാര്യമില്ല, എന്ത് ചെയ്തു കൊടുത്താലും പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടല്ലോ, പണി എന്തെങ്കിലും ഏൽപ്പിച്ചാൽ പണ്ട് തമിഴന്മാർ പറയും, വേല ചെയ്യുന്നവന് വേല കൊടു, വേല ചെയ്യാത്തവന് കൂലി കൊടുക്കുന്ന. വേല ചെയ്യാൻ പുറപ്പെട്ട അവൻ്റെ വേല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വേല ഉത്തരവാദിത്തോട് ചെയ്യാൻ വയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ പണി വരും കേരള സാഹിത്യകണി. അപ്പോൾ ഇത് ഞാൻ തന്നെ എനിക്കുണ്ടാക്കുന്നത്. പക്ഷെ അതിൽ വേറൊരു പ്രശ്നം, എന്തിനാ ഈ സാഹിത്യം? അപ്പം എനിക്ക് പിന്നെ മാത്രം പ്രൊമോട്ട് ചെയ്തിരിക്കാം. ഇന്നിപ്പോൾ അധികം ആൾക്കാരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അത് മതിയോ? സാഹിത്യത്തിന് വേണ്ടിയും അക്കാഡമിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കലും വേണ്ടേ? അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അതിന് നമുക്ക് ന്യായീകരണം. പക്ഷേ അപ്പോൾ പിന്നെ മറ്റേതിൽ സങ്കടപ്പെടരുത്. എനിക്കുള്ള പ്രശ്നം വെച്ചാൽ അയ്യോ അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ ആവാമായിരുന്നില്ലേ എന്ന് തോന്നും. അല്ല, ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ സഹജീവികൾക്ക് വേണ്ടി ചെയ്യാമെന്നുള്ള ആ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പോട്ടെ, പുല്ലെഴുത്തെന്ത് അത്ര മതി എന്ന് വിചാരിക്കാനിരിക്കും. പക്ഷേ ഇത് രണ്ടും അത് നിങ്ങൾക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഞാൻ നിങ്ങൾ വെറും ഒരു കാരിയറിസ്റ്റായിട്ട് സ്വന്തം പിന്നെ ഫേസ്ബുക്കിലും പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് അവനവരെ പ്രൊമോട്ട് ചെയ്യുന്ന എഴുത്തുകാരാവണം എന്ന് എനിക്ക് ഒട്ടും മോഹമില്ല. നിങ്ങൾ പരക്ലേശ വിവേകത്തോടുകൂടി സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ സമൂഹത്തിനും സഹജീവികൾക്കും വേണ്ടി എഴുത്തുകാരാവണം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഇതിൻ്റെ ഒരു പലതിലും ചെന്ന് തലവിട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതിനെ എങ്ങനെ ബാലൻസ്ഡ് ആക്കി കൊണ്ടു നടക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു വലിയ ബ്ലോക്ക് പലപ്പോഴും എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നല്ല കൃതി എഴുതണം എന്നുള്ളവർക്കൊക്കെ ബ്ലോക്കാണ്. കാരണം ഈ ചപ്പ് ചവറ് സാധനങ്ങൾക്കാണല്ലോ ഇപ്പോൾ ഏറ്റവും അധികം പിന്നെ വൈറലായി പോകുന്നത്. ഞാൻ ആരും ഇതാക്കി പറയല്ല, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതാക്കിയിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ ഇതിൻ്റെ കൂടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ എഴുതുകയും ക്വാളിറ്റി ഉള്ള എല്ലാം ബ്ലോക്കായി പോകുന്ന വേറൊരു തരം ബ്ലോക്കുണ്ട്. ഇതെല്ലാം വളരെ ഇന്നത്തെ ഈ ഫൈനാൻസ് ക്യാപിറ്റലിസം സാഹിത്യത്തെ കമ്മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ദുരന്ത ഫലങ്ങളാണ്. ഇപ്പോൾ വേണുവിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും എങ്ങനെയാണ് നല്ല സാഹിത്യം ആഴത്തിൽ കാണുന്ന സമയത്ത്. അങ്ങനെയുള്ള അല്ല, തനി പൈങ്കിളി, ഇപ്പോൾ ആ പൈങ്കിളി ഒന്നുമില്ല. പണ്ടൊക്കെ പൈങ്കിളി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പരിഹരിച്ചിരുന്നു. ഇന്നിപ്പോൾ വിറ്റ് പോകുന്നതൊക്കെ മഹത്തരമായ സാഹിത്യം എന്നുള്ളതിലേക്ക് ഫൈനാൻസ് ക്യാപിറ്റലിസം മാറ്റിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിറ്റുപോകുന്ന സാഹിത്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ഭാഷയിൽ കൂടെ, ഭാഷാപ്രയോഗത്തിൽ കൂടെ, പുതിയൊരു ഭാഷയുടെ സൃഷ്ടിയിൽ കൂടെ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കാനുള്ള മഹത്തായ മനുഷ്യരെ സഹിതമാക്കുന്ന പ്രകൃതിയുമായി ചേർക്കുന്ന വലിയൊരു മനുഷ്യനിർമ്മാണ ലോകനിർമ്മാണ പ്രക്രിയയാണ് സാഹിത്യത്തിൽ കൂടെ നടക്കുന്നത്. അത് വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സാധനം മാത്രമായി മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്ലോക്കുകൾ ഇവരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും. മനോബാലും ഇപ്പോൾ രവിക്കൊക്കെ പിന്നെ ഒരു നിവൃത്തിയില്ല. കാരണം അവർക്കിപ്പോൾ ഭയങ്കര മത്സരമുള്ള ഫൈനാൻസ് പ്ലാറ്റ്ഫോമിൽ വിറ്റ് പോകുന്ന സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ രവിയോട് രാമദാസിനോടൊക്കെ പറയാം, നിങ്ങൾ അതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, പക്ഷേ മറ്റ് ക്വാളിറ്റി ഉള്ളതിനെയും കൂടിയും മുന്നിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ ഈ സാഹിത്യം എന്നുള്ള പ്രസ്ഥാനം തന്നെ കൂട്ടിപ്പോകും. അതുണ്ടല്ലോ.
അത് ഈ ഇൻഡസ്ട്രിക്ക് തന്നെ തകരാറാവും എന്നുള്ള നിലയ്ക്കുള്ള ഒരു വിജിലൻസ് വേണം എന്ന നിലയ്ക്ക് അവരോട് ഞാൻ പറയാറുണ്ട്. അവരത് മനസ്സിലാക്കാറുണ്ട്. ഇപ്പം രവിക്ക് പറയാണ്ട് ശരിയാണ്, ഞങ്ങളത് നോക്കുന്നുണ്ട് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, പക്ഷേ അവർക്ക് വിൽക്കുന്നത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ എഴുത്തിനെ പലതരത്തിലുള്ള സർഗാത്മകമായ പ്രതിസന്ധിയിലെത്തിക്കുന്ന നിലയ്ക്കുള്ള കമേഴ്ഷ്യലൈസേഷൻ ഉണ്ടാക്കുന്ന ചില ബ്ലോക്കുകളും നമുക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ കൂടുതൽ ഇന്നിപ്പോൾ ഇതുപോലെ പബ്ലിഷേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഫണ്ട് ഉണ്ടല്ലോ, എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. വലിയ കോർപ്പറേറ്റുകൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉണ്ട്. അതുപോലെ നിങ്ങളെപ്പോലുള്ള പ്രസിദ്ധീകരൊക്കെ ഇപ്പോൾ ഷിബു അടക്കം പറയണം, പബ്ലിഷേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് ഒരു സാധനം ഉണ്ടാക്കണം. എൻ്റെ അഭിപ്രായം നല്ല ചുരുക്ക PGLR ഫണ്ട്, പബ്ലിഷേഴ്സ് ഗുഡ് ലിറ്ററേച്ചർ റെസ്പോൺസിബിലിറ്റി ഫണ്ട്. അത് പബ്ലിഷേഴ്സിന് നല്ല സാഹിത്യം ഉണ്ടാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കാതാണ്, പക്ഷെ അവർക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഭരണഘടനാപരമായിട്ട് CLR ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിഷേഴ്സിനും നല്ല സാഹിത്യം ഉണ്ടായാൽ മാത്രമേ വിറ്റുപോകുന്നു വേണം. ഈ സാഹിത്യം എന്ന കപ്പൽ തന്നെ മുങ്ങാതിരിക്കണമെങ്കിൽ അത് ആവശ്യമുണ്ട്. അതിനുവേണ്ടി അവരും കൂടി പ്രവർത്തിക്കണം. പബ്ലിഷേഴ്സും എഡിറ്റേഴ്സും കൂടി പറഞ്ഞുകൊണ്ട് ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ അതിജീവിച്ചുകൊണ്ട് വലിയ ലോകത്തെ തന്നെ ഒന്നിച്ചു നിർത്തുന്ന മനുഷ്യാതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ഐക്യം ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു കലാരൂപമായ സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ, അത് സൃഷ്ടിക്കുന്നതിലുള്ള ബ്ലോക്കുകളെല്ലാം അതിജീവിച്ച് വരാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നമസ്കാരം. ഈ ഒരു റൈറ്റേഴ്സ് ബ്ലോക്കിനെ കുറിച്ചുള്ളൊരു രചനാശില്പശാലയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഉദ്ഘാടന ഭാഷണമാണ്, വഴിതുറക്കലാണ് ശ്രീ KP രാമനുണ്ണി നമുക്ക് വേണ്ടി നിർവഹിച്ചത്.